ഹായ് ഓൾ, ഐ എം സാന്ദ്ര, ടാക്സ് കൺസൾട്ടൻ്റ് അറ്റ് ടാക്സോറ. ഇന്ന് നമുക്ക് GST രജിസ്ട്രേഷൻ ആർക്കൊക്കെ ബാധകമാണെന്ന് മനസ്സിലാക്കാം. ആദ്യം തന്നെ GSTയുടെ ലിമിറ്റുകൾ മനസ്സിലാക്കാം. നിങ്ങളൊരു ഗുഡ്സ് സെയിൽ ചെയ്യുന്ന ഒരു ബിസിനസ് ഓണറാണ്, അതായത് സാധനങ്ങൾ വിൽക്കുന്ന ഒരു ബിസിനസ് ഓണറാണെങ്കിൽ നിങ്ങളുടെ ആനുവൽ ടേൺ ഓവർ 40 ലക്ഷത്തിന് മുകളിലോട്ട് പോകുമ്പോൾ കമ്പൽസറി ആയിട്ട് GST രജിസ്ട്രേഷൻ എടുക്കണം. അതുപോലെ തന്നെ സർവീസ് പ്രൊവൈഡർ ആണ് നിങ്ങളെങ്കിൽ, ഉദാഹരണത്തിന് ഹോട്ടലോ അല്ലെങ്കിൽ മറ്റ് റൂം സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് പ്രൊവൈഡർ ആണെങ്കിൽ നിങ്ങൾക്ക് 20 ലക്ഷത്തിന് മുകളിലോട്ട് നിങ്ങളുടെ ആനുവൽ ടേൺ ഓവർ പോകുമ്പോഴും GST രജിസ്ട്രേഷൻ കമ്പൽസറിയാണ്. നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഇത്തരത്തിലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ലിമിറ്റ് ക്രോസ് ചെയ്യുന്ന ഒരു ടേൺ ഓവർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും GST രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇല്ല, നിങ്ങൾ ബിസിനസ് തുടങ്ങി നിങ്ങളുടെ ബിസിനസ് റണ്ണിങ്ങിലോട്ട് വരുമ്പോഴാണ് നിങ്ങൾ ഈ ഒരു ടേൺ ഓവർ ലിമിറ്റ് കഴിയുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ടേൺ ഓവർ ലിമിറ്റ് കഴിയുന്ന പക്ഷം നിങ്ങൾ GST രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ടേൺ ഓവർ ലിമിറ്റ് കഴിയുന്നവർക്ക് കമ്പൽസറി ആയിട്ടും GST രജിസ്ട്രേഷൻ വേണം. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഈ ടേൺ ഓവർ ലിമിറ്റ് ഇല്ലെങ്കിലും GST രജിസ്ട്രേഷൻ കമ്പൽസറി ആയിട്ട് പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് സാധനങ്ങൾ വിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സാധനങ്ങൾ നിങ്ങൾ മറ്റ് സംസ്ഥാനത്തിലോട്ട് സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും GST രജിസ്ട്രേഷൻ ബാധകമാണ്. അവിടെ ഈ ലിമിറ്റ് വരുന്നില്ല, കമ്പൽസറി GST രജിസ്ട്രേഷൻ അവർ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള ആമസോണ്, ഫ്ലിപ്കാർട്ട്, പിന്നെ ഇൻസ്റ്റഗ്രാം ത്രൂ സെയിൽ നടത്തുന്നവർക്ക് അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവർക്കും ഒക്കെ GST കമ്പൽസറിയാണ്. അവർക്ക് ഈ ഒരു പർട്ടിക്കുലർ ലിമിറ്റ് പറയുന്നില്ല. അതുപോലെ തന്നെയാണ് ഏജൻറ്റുമാർക്കും ബ്രോക്കർമാർക്കും കൺസൾട്ടൻസിനും കമ്പൽസറി GST എടുക്കണമെന്ന് GST ലോയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലയൻസിന് GST രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് B2B ബിസിനസ്സുകൾക്കാണ് മെയിനായിട്ട് ഇത് വരിക. അതുപോലെ നിങ്ങളുടെ ക്ലയൻസ് GST രജിസ്ട്രേഷൻ ഓൾറെഡി ഉണ്ടെങ്കിൽ വോളണ്ടറിലി നമുക്കും GST രജിസ്ട്രേഷൻ്റെ റിക്വയർമെൻറ്റ് അവിടെ വരും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ടേൺ ഓവർ ലിമിറ്റ് ഇല്ലെങ്കിൽ പോലും GST കമ്പൽസറിയാണ്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ് ടൈപ്പ് മനസ്സിലാക്കുക, നിങ്ങളുടെ ബിസിനസ് ടേൺ ഓവർ മനസ്സിലാക്കി GST രജിസ്ട്രേഷൻ എടുക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും GST രജിസ്ട്രേഷൻ എടുക്കുക. അതിൻ്റെ കറക്റ്റായിട്ടുള്ള കംപ്ലയൻസസ് ടൈം ടു ടൈം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള നോട്ടീസോ പെനാൽറ്റിയോ വരാതെ നിങ്ങളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കൂടാതെ തന്നെ GST രജിസ്ട്രേഷൻ എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന് ഒരു ലീഗൽ സേഫ്റ്റി കിട്ടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ബെനിഫിറ്റും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇത് നിങ്ങളുടെ ബിസിനസ്സിനായിട്ട് കൂടുതലൊരു ക്രെഡിബിലിറ്റി, അതായത് മറ്റുള്ള ആളുകൾക്ക് നിങ്ങളുടെ ബിസിനസ്സിലൊരു ട്രസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി GST രജിസ്ട്രേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു രജിസ്റ്റേർഡ് ബിസിനസ് ആണെങ്കിൽ ബാക്കിയുള്ളവർക്കും ഒബ്വിയസ്ലി നിങ്ങളുടെ ബിസിനസ്സിലൊരു ട്രസ്റ്റ് വരും. അതുകൊണ്ട് GST രജിസ്ട്രേഷനെ പേടിക്കേണ്ട. GST രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ നിയമവശങ്ങൾ മനസ്സിലാക്കി കറക്റ്റായിട്ട് കംപ്ലയൻസ് ചെയ്യുകയാണെങ്കിൽ ഒരു നോട്ടീസോ പെനാൽറ്റിയോ ഇൻട്രസ്റ്റോ ഒന്നും വരാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള GST ആൻഡ് ഇൻകം ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക്